എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. നങ്കമോട ട്രൈബൽ ഫെസ്റ്റ് വെള്ളിയാഴ്ച നിലമ്പൂരിൽ തുടങ്ങും. സെമിനാറുകൾ, പ്രദർശന വിപണനമേള, ഭക്ഷ്യമേള, കുട്ടികളുടെ ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനം എന്നിവ സംഘടിപ്പിക്കും. കുടുംബശ്രീ ജില്ലാ മിഷൻ പട്ടികവർഗ സുസ്ഥിര വികസന പരിപാടിയുടെയും നിലമ്പൂർ പട്ടികവർഗ പദ്ധതിയുടെയും നേതൃത്വത്തിൽ തദ്ദേശീയ മേഖലയിൽ സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന നങ്കമോട 2025 ഗോത്രോത്സവം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നിലമ്പൂർ OCK ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭാഷ, കല, സംസ്കാരം, ആവാസം, ആരോഗ്യം, നാട്ടറിവുകൾ എന്നിവ നിലനിർത്തുന്നതിനും വരും തലമുറകളിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഫെസ്റ്റ് നടത്തുന്നത്. പട്ടികവർഗ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂന്നിയ സെമിനാറുകൾ, പ്രദർശന വിപണനമേള, ഭക്ഷ്യമേള, കുട്ടികളുടെ ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനം, ഗോത്രവിഭാഗത്തിന്റെ വാദ്യോപകരണങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനം, ഗോത്രവിഭാഗത്തിന്റെ വീടുകളുടെ ആവിഷ്കാരം, കലാസന്ധ്യകൾ എന്നിവയാണ് നങ്കമോട ഗോത്രോത്സവം 2025 അവതരിപ്പിക്കപ്പെടുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം PK സൈനബ നങ്കമോട ട്രൈബൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിക്കും. 3 ദിവസങ്ങളിലും ഉച്ചവരെ വിവിധ വിഷയങ്ങളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിഷയാവതരണം നടത്തും. ഫെസ്റ്റിന്റെ ഭാഗമായി അയൽക്കൂട്ടാംഗങ്ങൾ, ബാലസഭാ കുട്ടികൾ, യുവജനങ്ങൾ എന്നിവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ 3 ദിവസങ്ങളിൽ നടക്കും. ആദ്യ ദിനം വൈകുന്നേരം കുടുംബശ്രീയുടെ ഭാഗമായി തദ്ദേശീയ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ നിർമ്മിച്ച കനസ് ജാഗ ഫിലിം പ്രദർശനവും, തുടർന്ന് അട്ടപ്പാടി ആദിമ കലാസംഘം അവതരിപ്പിക്കുന്ന ഗോത്രകലാപ്രകടനവും ഉണ്ടാകും. 2ാം ദിവസത്തെ സെമിനാർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് VP അനിൽ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് വയനാട് തിരുനെല്ലി തിടമ്പ് ഗോത്രകലാസംഘം അവതരിപ്പിക്കുന്ന തനത് പരിപാടികൾ ഉണ്ടായിരിക്കും. ഊരുമൂപ്പന്മാരെയും വിവിധ തദ്ദേശീയ മേഖലയിൽ നിന്ന് കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ആദരിക്കും. 3ാം ദിനത്തിൽ പട്ടികവർഗ യുവജന സംഗമവും ആദരിക്കലും നടത്തും. തദ്ദേശീയ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെയും തനത് ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിട്ടുണ്ട്. മുള, ചൂരൽ, ഈറ്റ, ഓല, കളിമൺ എന്നിവ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ലൈവ് നിർമ്മാണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 3 ദിവസത്തെ ട്രൈബൽ ഫെസ്റ്റ് 23 വൈകിട്ട് സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B സുരേഷ് കുമാർ, ജില്ലാ പ്രൊജക്ട് മാനേജർ KS ഹസ്കർ, കുടുംബശ്രീ ജില്ലാ പ്രത്യേക പദ്ധതി കോർഡിനേറ്റർ മുഹമ്മദ് സാനു എന്നിവർ പങ്കെടുത്തു. ദേശീയ മേഖലയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്, നമ്മുടെ വിവിധ സമുദായങ്ങളിലുള്ള ആളുകൾ തന്നെയാണ് എല്ലാ പേപ്പറുകളും അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിനെ പാനലിസ്റ്റുകൾ മോഡറേറ്റ് ചെയ്ത് അതിനൊരു കൺസോൾട്ടേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് പാനലിസ്റ്റുള്ളത്. അത് പ്രധാനമായിട്ടും തദ്ദേശീയ മേഖലയിലുള്ള ഒരു റിയൽ ലൈഫ് തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് സെമിനാർ സെഷനിൽ നമ്മൾ കൂടുതലായി ഉദ്ദേശിക്കുന്നത്. പിന്നെ ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ അയൽക്കൂട്ട സംഗമം എന്നുള്ള രീതിയിൽ തന്നെ ഏകദേശം 1000-ഓളം സ്ത്രീകളാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്നത്. അല്ല, നമ്മുടെ തദ്ദേശീയ മേഖലയിലുള്ള ആളുകൾ. പൊതുജന പങ്കാളിത്തം നമുക്ക് കുടുംബശ്രീ CDSകൾ വഴി എത്ര പേര് പങ്കെടുക്കുന്നുള്ളത് നമുക്കറിയാം, ഒരു പ്രയാസമുണ്ട്. പക്ഷെ തദ്ദേശീയ മേഖലയിലുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ദിവസം രാവിലെ മുതൽ ഉച്ചവരെ എല്ലാ ദിവസങ്ങളിലും സെമിനാറുകളാണ്. ഉച്ചയ്ക്ക് ശേഷം അയൽക്കൂട്ടാംഗങ്ങളുടെ, കുട്ടികളുടെ, യൂത്തിന്റെ ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ, അത് തനത് കലയുണ്ട്, അല്ലാത്ത ഇതുമുണ്ട്. അവർക്കുള്ള ഒരു വേദി, പൊതുവെ ആദിവാസി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വേദികളാണ് ഇല്ലാത്തത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.